ശിവനാഥൻ, നിലമ്പൂരിൽ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ട് പിടിച്ചവരാണ്. അതിന് മുമ്പും ഒരു ബേസ് വോട്ട് 12 വോട്ടെങ്കിലും 12,000 വോട്ടെങ്കിലും നിങ്ങൾക്കുള്ളതാണ്. അവിടെ കേരള കോൺഗ്രസ് മാണിയിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയിലേക്ക് പോയി, അവിടെ നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിലോട്ട് പോയി, അവിടെ നിന്ന് മോൻസ് ജോസഫിന്റെ കൂടെ ജോസഫിലേക്ക് വന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല എന്ന് മോൻസ് ജോസഫ് പറയുന്നു. അതിനുശേഷം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ചിത്രം അടക്കം പുറത്തും വന്നു. വി പി ശിവനാഥൻ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രാദേശിക നേതാവ് പോലും അവിടെ നിങ്ങളുടെ കൊടി പിടിക്കാൻ അവിടെ ഇല്ലേ? വി പി എന്ന് പറഞ്ഞാൽ അയാളെ സ്ഥാനാർത്ഥിയാക്കുക, അതിനുശേഷം വിളിച്ചു വരുത്തി പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നാണക്കേടല്ലേ യഥാർത്ഥത്തിൽ സി വി പി? ഞാൻ ചോദിക്കട്ടെ, മാൾഡ ഉത്തർ, പശ്ചിമ ബംഗാളിലെ മാൾഡ ഉത്തറിലെ BJPയുടെ 2ാം തവണ ലോക്സഭയിലേക്ക് എത്തിയ MP ഖഗൻ മുർമു CPMന്റെ 2 തവണത്തെ MLA ആയിരുന്നു. CPMന്റെ ബംഗാളിലെ 2 തവണ ലോക്സഭയിലെത്തിയ MLA ഖഗൻ മുർമു 19-ൽ MLA ആയിരിക്കെ, CPM MLA ആയിരിക്കെ രാജിവെച്ച് BJPയിൽ വന്ന് മത്സരിച്ച് 19-ൽ ജയിച്ചു, ഇത്തവണയും ജയിച്ചു. മാൾഡ ഉത്തർ നോക്കാം, ഗൂഗിളിൽ പോയി നോക്കാം, മാൾഡ ഉത്തർ. ഇപ്പോൾ BJPയിലേക്ക് ആൾ വരുന്നു മറ്റു പാർട്ടികളിൽ നിന്ന്. അസം മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത വാക്ക് 3ാമത്തെ ടേമിൽ പകുതിയായാൽ ഗൗരവ് രാജിവെച്ച് ഗൊഗോയ് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നായിരുന്നു. അത് ലംഘിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ച് BJPയിൽ വന്നു, ഞങ്ങളെ കൂടെ ചേർന്നു, ഞങ്ങൾക്ക് ആസാം പിടിക്കാൻ പറ്റി. അദ്ദേഹം 1 തവണ ഉപമുഖ്യമന്ത്രിയായി, ഇത്തവണ മുഖ്യമന്ത്രിയായി. ഇവിടെ പോണ്ടിച്ചേരിയിൽ, തൊട്ടടുത്ത് പോണ്ടിച്ചേരിയിൽ നമശിവായം കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ BJPയുടെ ആഭ്യന്തരമന്ത്രിയാണ് പോണ്ടിച്ചേരിയിൽ. BJP ആദ്യമായി പോണ്ടിച്ചേരിയിൽ അധികാരത്തിൽ വന്നതാണ്. ഇതൊക്കെ സാധാരണയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. മോഹൻ ജോർജ് ജയിക്കുമെന്നാണോ? അല്ല, ഞാൻ പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജയിക്കുകയോ തോൽക്കുകയോ. EMS പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം ഇരുമ്പൊലക്കെ അല്ലാതെ. അതൊക്കെ മാറ്റ ആൾക്കാർക്ക്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട്ട് ഇവർക്ക് സ്ഥാനാർത്ഥി ആരായിരുന്നു? തലേന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളല്ലേ? അതൊക്കെ സ്വാഭാവികമാണ്, അതവിടെ നിൽക്കട്ടെ. അല്ല, ഇവിടെ നിങ്ങളൊരു പോരാട്ടമുഖത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? സ്ഥാനാർത്ഥി വേണോ, താങ്കൾക്ക് തന്നെയാണ് സ്ഥാനാർത്ഥി വേണോ വേണ്ടോ എന്നുള്ള ദീർഘനാളത്തെ കൺഫ്യൂഷൻ, ദീർഘനാളത്തെ ആശങ്ക. ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തോക്കാൻ പോവാ, അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റിരുന്നു, ഞങ്ങളവിടെ ദുർബലരാണ് എന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞോ? അത് നിങ്ങൾ അധ്യക്ഷൻ പറഞ്ഞു, CVP ശിവനാഥൻ. അങ്ങനെ ഓൾറെഡി തോറ്റതിന് ശേഷമാണ് നിങ്ങൾ പോരാട്ടത്തിൽ പേരൊരാളെ നിർത്തുന്നത്. എന്തിനു വേണ്ടിയാണത്? അല്ല, ഈ രാജ്യത്ത് ഞങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിനിപ്പോൾ അഹമ്മദാബാദിലായാലും BJPക്ക് ഒരു ലഗ്നത്തിന് BJP നിർത്തിയാൽ 3.5-4 ലക്ഷം വോട്ടിന് ജയിക്കുന്ന അഹമ്മദാബാദിലോ അല്ലെങ്കിൽ ബറോഡയിലോ സൂറത്തിലോ ആയാലും, അവിടെ സൂറത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പിൻവലിച്ചു പോയി, അവിടെ എതിരില്ലാണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട്. അപ്പോഴും ഞങ്ങൾ 2 വശവും ചിന്തിക്കും, ജയപരാജയങ്ങൾ ചിന്തിക്കും. സ്വാഭാവികമല്ലോ, രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കണ്ടേ? പുറത്തു പറയില്ല. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ മത്സരിക്കുന്നത് എന്താ? വയനാട്ടിൽ 16, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് 16 പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയാണ് വയനാട് ലോക്സഭയ്ക്ക് അനുവദിച്ചത്. അതിൽ 8 നിലമ്പൂരാണ്. 16 ഗ്രാം സഡക് യോജനകൾ പ്രധാനമന്ത്രി അനുവദിച്ച 8 വയനാട്ടിലാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി പോയതാ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, ആ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും വടകര റെയിൽവേ സ്റ്റേഷനും വികസിപ്പിക്കുന്നത് പോലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുകയാണ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈൻ ഇലക്ട്രിഫൈ ചെയ്തു നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈൻ. അവിടെയൊക്കെ പുരോഗതി വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, അവരുണ്ടാക്കിപ്പോയ റെയിൽവേ ലൈനാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു കാർഷിക നിയോജക മണ്ഡലം, ഒരു ഗ്രാമീണ നിയോജക മണ്ഡലം, ആദിവാസികൾ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് 1000-കണക്കിന് ഗുണഭോക്താക്കളുണ്ട് നിലമ്പൂരിൽ. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 1000-കണക്കിന് ഗുണഭോക്താക്കളുണ്ട് നിലമ്പൂരിൽ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 2020 മുതൽ സൗജന്യ നിരക്കിൽ അരി കൊടുക്കുന്ന, സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുന്ന, ഇന്ത്യയിൽ 80 കോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതിക്ക് 1000-കണക്കിന് ഗുണഭോക്താക്കളുണ്ട് അവിടെ. എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം 1000-കണക്കിന് അമ്മമാർക്ക് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന പ്രകാരം ആദ്യ പ്രസവത്തിൽ 5000 രൂപയും 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും 5000 രൂപയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സംഗതികളൊക്കെ കൊണ്ടുവന്നവരാണ്. അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാകുമ്പോൾ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ പറ്റിയാണ് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനോട് പറഞ്ഞത്. ഏത് മലപ്പുറം നിൽക്കുന്ന അബ്ദുൽ അസീസ് ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോകും, കേന്ദ്രത്തിലേക്ക് പോയി മന്ത്രിയാകുമ്പോൾ കൊടുക്കുന്ന ന്യൂനപക്ഷ പോർട്ട്ഫോളിയോ പറ്റി എന്നോട് സംസാരിച്ചു. അതാണ് കോൺഫിഡൻസ്. ഇത് തോക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പറയുന്നത് ജയിക്കുന്നല്ലേ നിങ്ങൾ? അതല്ലേ പറയേണ്ടത്? ആഷ്മി, അല്ല ഞാൻ ചോദിക്കട്ടെ, തോറ്റ ജോർജ് കുര്യൻ മന്ത്രിയായില്ലേ? അദ്ദേഹം 2019 തോറ്റതല്ലേ?
ഞാൻ ചോദിക്കട്ടെ, തലയിൽ മുണ്ടിട്ട് രാത്രി പോയിട്ട് ചർച്ച ചെയ്യുന്നതിലും അന്തസ്സുള്ള പണിയല്ലേ നിങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ മനസ്സിലുള്ള കാര്യം പറയുന്നത്? അല്ലേ? തലയിൽ മുണ്ടിട്ട് രാത്രി പോയിട്ട് ചർച്ച ചെയ്യുന്നതിലും അന്തസ്സുള്ള പണിയല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഞങ്ങൾ പത്രക്കാരായി പത്രക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ജനങ്ങൾക്ക് ഈ വിവരം എത്തിക്കുന്ന ആൾക്കാരാ, അല്ലേ? മാധ്യമങ്ങളാണ് ബ്രിഡ്ജ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ സത്യസന്ധതയാണ്. ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ലെന്ന്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, 14 മുഖ്യമന്ത്രിമാരുള്ള പാർട്ടി, 300 ചില MP-മാർ, ആരെ പേടിക്കണം? ഞങ്ങൾ എന്താണോ മനസ്സിലുള്ളത് ജനങ്ങളോട് പറയും വയ മീഡിയ. ഒരു തെറ്റുമില്ല ഇല്ലെന്ന്. ഞങ്ങൾക്ക് ആരെ പേടിക്കാൻ? ഞങ്ങൾക്ക് എന്ത് പേടിക്കാൻ? ഉപതെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോൾ വലിയ യുദ്ധം നടത്തുന്നുണ്ടല്ലോ. നിലമ്പൂർ അതിർത്തിയില്ലേ, തമിഴ്നാട് അതിർത്തി കടന്ന ഒന്നല്ലേ? ഇന്ത്യ മുന്നണിയിലെ 3 സ്ഥാനാർത്ഥി വരാൻ പോകാൻ. കാളികാവ് കഴിഞ്ഞാൽ വഴിക്കടവ് കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയാ. ഇവരൊന്നാ. പോട്ടെ, ബംഗാളിൽ കാളിഗഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. CPM-നും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥിയാ. ഇപ്പോൾ 4 സ്ഥലത്താണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 1, 2 ഗുജറാത്ത്, 1 ബംഗാളിൽ കാളിഗഞ്ച്. നോക്കൂ നിങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി ഇവരാണ് നമ്മളോട്, ഇവരാണ് തട്ടിപ്പാണ് ഈ യുദ്ധം. ശരി.